Good morning. Good morning, Priya madam. Good morning. Yes. Good morning. Good morning. Good morning. Usman sir, good morning. ഉസ്മാൻ സാർ എങ്ങോട്ടാ യാത്ര? ഞാന് ബീഫും മീനൊക്കെ വാങ്ങാൻ വേണ്ടി നാട്ടിലെത്തി. എന്തൊക്കെ എല്ലാരും വിശേഷം? സുഖം. ആരോടാ ചോദിക്കണേ? എല്ലാരോടും കൂടിയാണോ അതോ ഇഷാം സാറിനോട് മാത്രമാണോ? എല്ലാരും വിശേഷം. ഇന്നെന്താ പ്രീജ മാഡം ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? അന്ന് ഇടിയപ്പം. ഓക്കെ, ഞാൻ ഇവിടെ പുട്ടുണ്ടാക്കലേ തുടങ്ങണമെങ്കിൽ തന്നെ 7:30 നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എനിക്ക് മോന് 7:50 ആകുമ്പോ കോളേജിൽ പോണം. 7:50 ആകുമ്പോ എന്റെ മോനെ ബൈക്ക് ഓടിക്കും. അപ്പൊ എനിക്ക് എന്റെ മോൾക്ക് 8:15 പോണം. 8:30 ആകുമ്പോ ഇത് ആറ്റിങ്ങിൽ എത്തണം. നഗരൂരാ പഠിക്കുന്നത്, രാജധാനി എഞ്ചിനീയറിംഗ് കോളേജില്. അപ്പൊ ഇവിടുന്നൊരു ഹാഫ് ദൂരമുണ്ട്. Hello, good sir. Good morning. Good morning. Bashir Ailakad sir, good morning. Good morning, sir. Good morning. Hello, good sir. സുന്ദരനായിനല്ലോ. ഒന്നുകൂടി പറയോ? ഇന്ന് സുന്ദരനായിക്കണല്ലോ, റെക്കോർഡ് ചെയ്തു. താങ്ക് യു. കേൾക്കാതെ സുഖമാണ്. അതെ. സൗണ്ട് ക്ലിയർ അല്ലേ ഡോക്ടറെ? ക്ലിയറാ. ഓക്കെ. Good morning all. Daniel sir, Vivo Marmo, Mallika madam, Abida madam, Shivadas sir. Good morning. Good morning, Sir. Good morning. Good morning, Vinod Kumar sir. Yes, good morning. Good morning, Rajesh Chandra sir. Good morning, Unnikrishnan sir. Good morning, Dr. Isham. Sir, good morning. Morning. നമ്മളെ പ്രൊഫഷണൽ ട്രെയിനർ അല്ലേ? അതെ. അല്ലെ കുട്ടി ഏത് എല്ലോ ആണ് മൂപ്പര്? കോട്ടക്കല. Good morning, Nawaz sir. Duty started. Good morning, Isham sir. പിന്നെ ഉഷാറന്നാണ്. ഡ്യൂട്ടി ജസ്റ്റ് കഴിയുന്നുള്ളൂ.
നൈറ്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് ആൾ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ പ്രോഗ്രാം. നമ്മുടെ സമയമായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. ദ മീറ്റിംഗ് ഇൻ കണക്ഷൻ വിത്ത് 7 AM മോർണിംഗ്, നമ്മുടെ 7 AM മോർണിംഗ് ഡ്രൈവിന്റെ 251 ദിവസമായ ഇന്നത്തേക്ക് ആദ്യമായി സോൺ പ്രസിഡന്റ് ചിത്ര മേഡത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, ഇന്നത്തെ ഗസ്റ്റ് സ്പീക്കറായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സോൺ ട്രെയിനർ ആൽവിക്കുട്ടി സാറേയും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മറ്റു ഇവിടെയുള്ള മുഴുവൻ 7 AM മോർണിംഗ് ഡ്രൈവ് പ്രേക്ഷകരെയും സുഹൃത്തുക്കളെയും ഈ പ്രോഗ്രാമിലേക്ക് ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. 251 ദിവസമായി വളരെ ഗംഭീരമായ ഇന്നലെ നമുക്ക് 250 ദിവസം സ്പെഷ്യൽ ഗസ്റ്റ് സോൺ പ്രസിഡന്റ് ആയിരുന്നു നമ്മുടെ ഒരു ഗസ്റ്റ് ഫാക്കൽറ്റി എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് പോസിറ്റീവ് തിങ്കിങ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ട് ആൽവിക്കുട്ടി സാർ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. കൃത്യമായിട്ട് വീഡിയോ ഓണാക്കി നിൽക്കുന്ന എല്ലാ ആളുകൾക്കും ഒരിക്കൽ പുതിയ ആശംസകൾ അറിയിക്കുകയാണ്. മാക്സിമം കഴിയുന്ന ആളുകളൊക്കെ വീഡിയോ ഓണാക്കിയിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കഴിയുന്ന സമയങ്ങളിൽ ഈ രാവിലെ സമയം ബിസിയാണെന്ന് അറിയാം. അതുപോലെ മെസ്സേജും അൺമ്യൂട്ടൊക്കെ ചെയ്തിട്ട് ഇന്ററാക്റ്റീവായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് 7 AM മോർണിംഗ് ഡ്രൈവിന്റെ വിജയം എന്ന് പറയുന്നത്. ഓരോ ആളുകളും വ്യത്യസ്തമായ അവരുടെ ജോലി തിരക്കുകളിലാണ്. ഈ വീഡിയോ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓരോ ആളുകളും അവരുടേതായ വർക്കുകളിലാണ്. നേരത്തെ എല്ലാവരും നേരത്തെ വന്നിട്ടുണ്ട്. അനീഷ് സാർ ഉണ്ട്. അനീഷ് സാർ ഗുഡ് മോർണിംഗ്. ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടെ ഗുഡ് മോർണിംഗ്, സുപ്രഭാതം നേരുന്നു. നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പോസിറ്റീവ് തിങ്കിങ് എന്നുള്ള സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ JC കോട്ടക്കലിൽ നിന്നുള്ള JC മെമ്പറും ഈ വർഷത്തെ പുതിയ സോൺ ട്രെയിനറുമായിട്ടുള്ള ആൽവിക്കുട്ടി സാറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആൽവിക്കുട്ടി സാർ, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. താങ്ക് യു ചെയർമാൻ. ഗുഡ് മോർണിംഗ് ടു ആൾ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എനിവേ, നമുക്കെല്ലാം ആഗ്രഹിക്കുന്ന സംഭവമാണ് പോസിറ്റീവായി തിങ്ക് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവാ ലൈഫ് എന്നത്. എപ്പോഴും നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് പലപ്പോഴും പലരും പറയാറുണ്ട് രാവിലെ തൊട്ടാണ് നമ്മുടെ ദിവസം ആരംഭിക്കുക. ശരിയാണ്, രാവിലെ തൊട്ട് ഏത് സമയത്താണോ നമ്മൾ എണീക്കുന്നത് ആ സമയം തൊട്ട് നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യണം. പല ആളുകളും സമയം 10 മണിക്ക് എണീക്കുന്ന ആളുകളുണ്ട്, രാവിലെ 5 മണിക്ക് എണീക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഡേ ടൈം ആരംഭിക്കുന്നത് എപ്പോഴാണോ നമ്മൾ എണീക്കുന്നത് ആ സമയം മുതലാണ്. സൂര്യാസ്തമയം വരുന്ന സമയം മുതൽ നമ്മുടെ ശരീരം വേറൊരു രീതിയിലേക്ക് പ്രതികരിക്കാൻ തുടങ്ങും. കാരണം നമ്മുടെ ക്ഷീണത്തിലേക്ക്, ഉറക്കിലേക്ക് നമ്മുടെ ശരീരം നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കും. ഒരു വൈകുന്നേരമായ സമയം മുതൽ നമുക്ക് ആക്റ്റീവ്നെസ് കുറഞ്ഞു വരും. നമ്മുടെ ശരീരം നമ്മളെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പാവും. അപ്പൊ നമുക്ക് ഡേയിൽ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് എത്ര നേരത്തെ ആൾ എണീക്കുന്നു അത് മുതൽ അദ്ദേഹത്തിന് അത്രയും സമയം മോർണിംഗിൽ കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വരുന്നത്, ഇതിന് ആമുഖമായിട്ട് പറയാണ്, പല ആളുകളും ചിന്തിക്കുന്ന പോലെ രാവിലെ തുടങ്ങുന്നു. രാവിലെ തുടങ്ങണമെങ്കിൽ പലപ്പോഴും പല പഠനങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത്, ഏത് മൂഡിലാണോ, ഏത് അവസ്ഥയിലാണോ ഒരാൾ കിടന്നു ഉറങ്ങുന്നത് അതേ അവസ്ഥയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, എണീക്കുന്നത്. പലപ്പോഴും നമ്മള് ചില ഫാമിലിയിലൊക്കെ സംഭവിക്കുന്നത്, രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്യുന്ന ഒരു പക്ഷേ ബെഡ്റൂമിലായിരിക്കും ചർച്ച ചെയ്യപ്പെടുക. അത് നമുക്ക് ടെൻഷനുള്ളതാവാം, ബുദ്ധിമുട്ടുള്ളതാവും, കേൾക്കാൻ ആഗ്രഹമുള്ളതും ഇല്ലാത്തതുമാവാം. അപ്പൊ കിടന്നുറങ്ങുന്ന ആ ഒരു മൂഡ് എങ്ങനെയാണോ അതേ മൂഡിലാണ് അദ്ദേഹം എണീക്കുന്നത്. ആ എണീക്കുന്ന മൂഡ് ശരിയല്ലെങ്കിൽ പിന്നെ അന്നത്തെ എല്ലാ സംഭവങ്ങളും എന്താണ്, ഏത് രൂപത്തിലോ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഉറങ്ങുന്ന ആ സമയത്ത് മൂഡ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് വരാം. പോസിറ്റീവായി തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ചിന്തിക്കുക എന്നുള്ള എല്ലാവരുടെയും ആഗ്രഹം. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് 6 ഹാബിറ്റ് നമ്മുടെ ലൈഫിൽ ശീലമാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തേക്ക് പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതല്ല. ഹാൽ ഹറോഡ് തന്റെ മിറാക്കിൾ മോർണിംഗ് എന്ന പുസ്തകത്തില്
താൻ പടുകുഴിയിലായിരുന്ന ആ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ സക്സസ് ആയ ഒരു ലൈഫിലേക്ക് താൻ എത്തിച്ചേർന്ന തന്റെ ജീവിത ചരിത്രത്തിലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പുസ്തക രൂപത്തിൽ ഇറക്കി എന്നുള്ളത്. ഓദർ ശരിക്ക് അദ്ദേഹത്തിന്റെ ജീവിതം വളരെ രസകരമായ സംഭവമായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. ആക്സിഡന്റ് സംഭവിച്ച് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ബെഡിൽ വെച്ച് ഡോക്ടർ അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് അദ്ദേഹത്തിന് വിധി എഴുതുകയാണ്. താങ്കൾക്ക് ഇനി ബെഡിൽ നിന്ന് എണീക്കാൻ കഴിയില്ല, ജീവിതകാലം മുഴുവൻ അങ്ങ് ഈ ബെഡിൽ കഴിച്ചു കൂട്ടേണ്ടി വരും. ഇതെല്ലാം കേട്ട് ഓദർ ഹോസ്പിറ്റലിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി ഇതെല്ലാം റീകവർ ചെയ്ത് അദ്ദേഹം നടക്കാൻ ആരംഭിച്ചു. നടക്കാൻ ആരംഭിച്ച അദ്ദേഹം കുറെ കാലം മുന്നോട്ട് പോയ സമയത്ത് വീണ്ടും അദ്ദേഹത്തെ വലിയൊരു സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തിന് മേലെ വരികയാണ്. അദ്ദേഹത്തിന് വരുമാനം ആ സമയത്ത് കുറവാണ്. അങ്ങനെ സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തിന് വന്ന സമയത്ത് അദ്ദേഹം വിഷമിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് അദ്ദേഹത്തിനെ കാണാനിടയായി. സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കരുത്, ഇങ്ങനെയുള്ള അവസ്ഥകൾ ഞാൻ ചെയ്യാറുള്ളത് രാവിലെ എക്സസൈസ് ചെയ്യാൻ പോകും, ഓടാൻ പോകും, നടക്കാൻ പോകും. അപ്പൊ എന്റെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് റിലാക്സേഷൻ കിട്ടും. ഏതായാലും ഓദർ തീരുമാനിച്ചെന്ത്, ഞാൻ എന്റെ സുഹൃത്തിന്റെ ആ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറായി. അദ്ദേഹം അങ്ങനെ രാവിലെ അദ്ദേഹത്തിന്റെ ഐപാഡുമായി എടുത്ത് രാവിലെ ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഒരു മോട്ടിവേഷൻ കോട്ട് അദ്ദേഹം കേൾക്കാൻ ഇടയാവുന്നത്. അതിങ്ങനെയായിരുന്നു, താങ്കളുടെ സക്സസിന്റെ അളവ് പേഴ്സണൽ ഗ്രോത്തിനേക്കാൾ ഒരിക്കലും അധികമാവില്ല എന്ന്. അതായത് സക്സസ് ആവണമെങ്കിൽ പേഴ്സണൽ ഗ്രോത്ത് ഉയർന്നിരിക്കണം എന്ന ഒരു അറിവ് അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. സത്യത്തിൽ ഈ പുസ്തകം എഴുതാൻ കാരണം, അദ്ദേഹത്തിന് വിജയം കാരണം, ആ നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഗ്രോത്ത് വളർത്താൻ ശ്രമിച്ചു തുടങ്ങി. അതിനെന്തെല്ലാം ചെയ്യണമെന്ന ചിന്തയിലായിരുന്നു പിന്നീട് അദ്ദേഹം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, രാവിലെ മുതൽ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം അദ്ദേഹം ചെയ്തത് കുറച്ച് സമയം സൈലന്റ് ആയിരിക്കുക, മൗനമായിട്ടിരിക്കുക. എല്ലാവരും രാവിലെ എണീറ്റ് കുറച്ച് സമയത്ത് ഒരു 10-15 മിനിറ്റ് മൗനമായിട്ട് ആരുടെയും ശല്യമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിരുന്നാണ്. അദ്ദേഹം പറയുന്നത്, ആ ഒരു ഇരുത്തത്തില്, ആ മൗനമായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കയറി വരും, പുതിയ ഐഡിയകൾ വരും, പുതിയ നമുക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് സംഭവങ്ങൾ പുതുതായി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും. മനസ്സിന് ഒരുപാട് ശാന്തത ലഭിക്കും. അതിൽ കൂടെ അദ്ദേഹം പറയുന്നുണ്ട്, മെഡിറ്റേഷൻ, നമ്മളെ മെഡിറ്റേഷൻ കൂടി ആ സമയത്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സ് ഒരു റീഫ്രഷ് ആയിട്ടായിരിക്കും ആ ദിവസത്തെ രാവിലെ നമ്മുടെ മൈൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് നീക്കി പുതിയ ഒരു ദിവസത്തിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ ഐഡിയകൾ നമ്മുടെ മനസ്സിൽ വരും. മുന്നിലുണ്ടായിരുന്ന ടെൻഷനുകൾ നമുക്ക് കുറഞ്ഞു കിട്ടും. അങ്ങനെ അദ്ദേഹം ആദ്യം അവലംബിച്ച ഹാബിറ്റ് ആയിരുന്നു സൈലന്റ് എന്നത്, മൗനമായി കുറച്ചു സമയം ഇരിക്കുക എന്നുള്ളത്. അതിലൂടെ ഒരുപാട് അദ്ദേഹത്തിന് ചിന്തകൾ വന്നു, ഒരുപാട് ഐഡിയകൾ വന്നു. അദ്ദേഹത്തിന് ലൈഫിൽ ഒരുപാട് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് അഫർമേഷൻ. നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമുക്ക് നേടാൻ നമ്മളെ മനസ്സിലുണ്ടാവുന്ന ഒരു ആഗ്രഹമുണ്ട്, ഇന്ന അച്ചീവ്മെന്റിൽ എത്തണം, ഇന്ന റിസൾട്ടിലേക്ക് എത്തണം. ഞാൻ ഇപ്പൊ ഉദാഹരണത്തിന് മുഹമ്മദ് അലി അറിയപ്പെടുന്ന ഒരു ബോക്സറാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞത്. അദ്ദേഹം ഇങ്ങനെ എപ്പോഴും പറഞ്ഞു, ഞാനത് നേടിയെടുക്കും, എനിക്ക് നേടാൻ കഴിയും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട് നമ്മുടെ ആഗ്രഹം. ആ ആഗ്രഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അവസാനം മുഹമ്മദ് അലിക്ക് അത് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മുടെ മനസ്സിലെപ്പോഴും ഏത് നിമിഷവും നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ എനിക്കത് നേടണം, എനിക്ക് നേടാൻ കഴിയും, എന്നെ കൊണ്ട് അത് കഴിയും എന്ന ഒരു വാക്കെപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക. പിന്നെ മൂന്നാമതായി അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സത്യത്തിൽ പല ആളുകൾക്കും ഇങ്ങനെ മനസ്സിലിങ്ങനെ കാണും ചില കാര്യങ്ങൾ. അത് കുറേ സമയം കാണുമ്പോൾ ഒരു സിനിമ കാണുന്ന പോലെ ഇങ്ങനെ എന്താ വിഷ്വലൈസേഷൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ സക്സസിനെ കുറിച്ച്, എൻ്റെ വിജയത്തെ കുറിച്ച്. പലപ്പോഴും നമ്മള് സ്കൂളില് പരീക്ഷയ്ക്കൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ നമ്മളെപ്പോഴും പറയാറുണ്ട്, കുട്ടികളോട് എന്ത്, നിങ്ങൾ
പഠിക്കാൻ അല്ലെങ്കിൽ എക്സാമിന് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിച്ചതെല്ലാം മറന്നു പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ പേടി ഒഴിവാക്കിയിട്ട് നിങ്ങൾ വിജയിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ റാങ്ക് നേടി പോകുന്നത്, ക്ലാസ് നേടി പോകുന്നത്, ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, കണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഭയത്തെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് മുന്നിൽ നമ്മൾ കാണുന്ന വിജയത്തെ എപ്പോഴും നമ്മളിങ്ങനെ മനസ്സിൽ എന്ത് ചെയ്യുക, കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറും. ആ ജീവിതത്തിന്റെ ഭാഗമായി നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചിന്തയുമായി എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ നേടിയെടുക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവണം, എപ്പോഴും ഒരു ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എനിക്ക് ഇന്ന ഒരു കളിക്കാരനാണെങ്കിൽ എനിക്ക് ആ കപ്പ് നേടിയെടുക്കാൻ കഴിയും, എനിക്ക് നേടിയെടുക്കാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പില് ഫൈനലിന്റെ തൊട്ട് മുന്നേ 2 ക്യാപ്റ്റന്മാര് വേൾഡ് കപ്പിന്റെ തൊട്ട് മുന്നിലൂടെ നടന്നു പോകുന്ന രംഗമുണ്ട്. ആ കപ്പിനെ നോക്കി ലയണൽ മെസ്സി ഒരു സുഖത്തിൽ ചിരിച്ചിരിക്കുന്നുണ്ട്. നല്ല കോൺഫിഡന്റോട് കൂടി അദ്ദേഹത്തിന്റെ മുഖത്ത് ആ സമയത്ത് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും അദ്ദേഹത്തിന് ആ കപ്പ് വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹം കുറെ വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു ഒരു വേൾഡ് കപ്പ് നേടുക എന്നുള്ളത്. സത്യത്തിൽ അദ്ദേഹത്തിന്റെ ആ നടത്തത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം അത് നേടിയെടുക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ വിശ്ലേഷിച്ച് ചെയ്യുക, നമ്മളെ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്കത് നേടാൻ കഴിയും, എനിക്ക് നേടിയെടുക്കാൻ കഴിയും, വളരെ ഈസി, അങ്ങനെ മനസ്സിൽ നമ്മളെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക, അങ്ങനെ ചിന്തകൾ. പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ വായന, റീഡിങ്. ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ ആശയങ്ങളെ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിലേറ്റവും നല്ല ആശയങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ കഴിയും. ഒരുപാട് ബുക്ക്, ഏകദേശം ഒരു ദിവസം നമ്മളൊരു 15 മിനിറ്റ് ഒരു ബുക്ക് വായിക്കാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 പേജെങ്കിലും നമുക്ക് ഒരു ദിവസം ഈ 15 മിനിറ്റിനുള്ളിൽ വായിക്കാൻ കഴിയുന്നുള്ളതാണ്. അങ്ങനെ ഏകദേശം നമുക്ക് 1600 പേജുകൾ ഒരു വർഷത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ആവറേജ് ഒരു ബുക്കിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ 15 മുതൽ 18 വരെയുള്ള ബുക്കുകൾ നമുക്ക് ഒരു വർഷത്തിൽ വായിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ 18 ബുക്കുകൾ വായിക്കുമ്പോൾ പല എഴുത്തുകാരും പല കോണിലേക്ക്, പല ചിന്തയിലൂടെ എഴുതി വെച്ച ഒരുപാട് ആശയങ്ങൾ നമുക്ക് മനസ്സിൽ അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെ പുതിയ പുതിയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കും, ഐഡിയകൾ ലഭിക്കും. ഒരു പക്ഷെ നമ്മളെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ സഹായിക്കും. പിന്നീട് അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമാണ് ഡയറി റൈറ്റിംഗ്, ഡയറി എഴുതുക. പലപ്പോഴും നമ്മളെ ആളുകളിലൊക്കെ എപ്പോഴും ഡയറി എഴുതുക, ആ ദിവസം വൈകിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് അന്ന് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് എഴുതി വെക്കും, പിറ്റത്തെ ദിവസം നമ്മൾ എഴുതി വെക്കും. ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയല്ല, നമ്മള് രാവിലെ അദ്ദേഹത്തിന്റെ ഹാബിറ്റുകളിൽ എല്ലാം രാവിലെ ഈ 1 മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളാണ്. എന്ന് രാവിലെ അദ്ദേഹം ഡയറി എഴുതും. എങ്ങനെ എഴുതും? തലേ ദിവസം എനിക്ക് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് എല്ലാം എഴുതി വെക്കും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? തലേ ദിവസം എനിക്ക് സംഭവിച്ച തെറ്റുകള്, പരാജയങ്ങള്, ആ പരാജയങ്ങൾ എഴുതി വെച്ചിട്ട് അതിനെ ഇന്ന് ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും, ആ പരാജയങ്ങളിൽ നിന്ന് എങ്ങനെ വിജയത്തിലേക്ക് എത്തിക്കും, ആ വിജയത്തിലേക്ക് എത്തിക്കുന്ന കാരണങ്ങൾ വളരെ സിമ്പിളായിട്ട് എഴുതി വെക്കും. പിന്നീട് അദ്ദേഹം ചെയ്യുന്നത് പുതിയ ആശയങ്ങൾ നമുക്ക് എഴുതുമ്പോൾ മനസ്സിൽ എഴുതാൻ തുടങ്ങുന്ന കാര്യങ്ങളായിരിക്കില്ല പിന്നീട് നമുക്ക് എഴുത്ത് തുടങ്ങുമ്പോൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ കയറി വരാം. ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും, അത് കുറച്ച് കഴിഞ്ഞാൽ മറന്നുപോകും. അപ്പൊ ആ വിഷയങ്ങളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾക്ക് അത് എടുത്തു നോക്കാനും അത് ഒന്നും കൂടി എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കാൻ കഴിയും. അപ്പൊ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഓരോ ദിവസവും രാവിലെ എഴുതി വെക്കും, തലേ ദിവസം നടന്ന സംഭവങ്ങൾ, അത് സക്സസ് ആയ കാര്യങ്ങൾ ഒരു ഭാഗത്ത് എഴുതി വെക്കും, പരാജയപ്പെട്ട കാര്യങ്ങൾ ഒരു ഭാഗത്ത് എഴുതി വെക്കും. എന്നിട്ട് ആ പരാജയപ്പെടാനുള്ള കാരണങ്ങളെ കുറിച്ച് ഒന്നുകൂടി എഴുതി വെക്കും, അതിന് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കും. അങ്ങനെ സക്സസ് ആയ കാര്യങ്ങൾ മാത്രം വേറൊരു പേജിലേക്ക് മാറ്റി വെക്കും. എന്നിട്ട് ആ സക്സസ് ആയ കാര്യങ്ങൾ വീണ്ടും പുതിയ ഒരു വിഷയത്തെ കുറിച്ച് ആ ദിവസം എഴുതി വെക്കും, അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ തലേ ദിവസം വരുന്ന പ്രശ്നങ്ങൾ ഓരോ ദിവസവും രാവിലെ എഴുതി വെച്ചിട്ട് പരാജയത്തെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ എഴുതി വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പിന്നെ അവസാനമായി അദ്ദേഹം പറഞ്ഞു, നമ്മളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ എല്ലാവർക്കും വരും. ശാരീരികമായിട്ടുള്ള ഒരു ഉണർവ് ആദ്യം നമുക്ക് കിട്ടും.
ശരീരമായി ഉണർവ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ മാനസികമായിട്ടുള്ള ശക്തി അവിടെ വർദ്ധിപ്പിക്കണം. ആ മാനസിക ശക്തി വർദ്ധിക്കുമ്പോൾ നമ്മൾ ചിന്തകൾ കൂടിപ്പോവും, ഒരുപാട് പുതിയ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. പല ആളുകളും ഇന്ന് എനിക്ക് നാളെ മുതൽ എപ്പോഴും നമ്മൾ ഡിസംബർ 31 എടുക്കുന്ന തീരുമാനങ്ങൾ നാളെ മുതൽ ഞാൻ ജിമ്മിലേക്ക് പോകും, നാളെ മുതൽ ഞാൻ ഓടാൻ പോകും, എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെക്കുക എന്നല്ലാതെ രാത്രി 12:01 ആകുമ്പോഴേക്ക് ആ തീരുമാനങ്ങളെല്ലാം നമുക്ക് മാറ്റി മറിച്ച് വെക്കില്ല. 12:01 വരെ നമ്മൾ ആ തീരുമാനങ്ങൾ ഉണ്ടാവാറുള്ളൂ. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുക മാത്രമല്ല, നമ്മളെ ജീവിതത്തിൽ അത് ഫലപ്രദമായി ഉപയോഗിക്കുക തന്നെ വേണമെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ 6 കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്. ജീവിതത്തിന്റെ പടുകുഴിയിൽ നിന്ന് വിജയത്തിലേക്ക് എത്തിച്ച ഈ 6 കാര്യങ്ങൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ്. ഒരുപാട് ടിപ്സുകൾ പല ആളുകളും മനസ്സിലും വന്നിട്ടുണ്ടാവും. ഇതിൽ കൂടെ ഒരുപാട് ആഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അതെല്ലാം ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതായത് സൈലന്റ്, മൗനമായി കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കുക. 2, അഫർമേഷൻ. ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ കുറെ സമയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമ്മളെ ആ ഒരു പറച്ചിന്റെ ഭാഗമാക്കി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. നല്ല വിഷ്വലൈസേഷൻ, നമ്മള് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു പിക്ചർ കാണുന്ന പോലെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ നമ്മളെ വിജയത്തെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവുക. അതേപോലെ എഴുത്തിനെ കുറിച്ച് പറഞ്ഞു, എഴുതുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എഴുതുക, അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. പിന്നെ റീഡിങ്, നല്ല പുസ്തകങ്ങൾ വായിക്കുക. കുറച്ച് സമയം ജീവിതത്തിൽ നല്ല ബുക്കുകൾ വായിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. പിന്നെ എക്സസൈസ് ചെയ്യുക. ഇവ 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ കഴിഞ്ഞാൽ ഒരുപാട് സക്സസ് ആയ ജീവിതത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകും. സമയം കുറച്ചുകൂടി ഉണ്ട് തോന്നുന്നു. എങ്കിലും കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മളെ ഒരുപാട് ചിന്തകൾ എന്ന് പറയുമ്പോൾ നമ്മള് മോർണിംഗ് മുതൽ എന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന നമ്മൾക്ക് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവും, കൂട്ടുകാരികൾ ഉണ്ടാവും. അധികം നമ്മളെ പുരുഷന്മാർക്കാണ് എന്ന് വൈകിട്ട് 5-10 മിനിറ്റ് നമ്മളെ കൂട്ടുകാരുമായിട്ട് എപ്പോഴും സൗഹൃദം പങ്കുവെക്കാൻ ദിവസം സമയം കണ്ടെത്താറുണ്ട്. ഈ സമയം കണ്ടെത്തുമ്പോൾ എപ്പോഴും നമ്മളെ കൂട്ടുകാരുടെ ഇടയിൽ എപ്പോഴും ഒരാളുണ്ടാവും ലീഡ് ചെയ്യാൻ. ഒരു പക്ഷെ നമ്മൾ പോകുന്നത് പോലും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനൊക്കെ, ഒരു പക്ഷെ അത് കോമഡി ആയിരിക്കാം, അല്ലെങ്കിൽ അത് പോസിറ്റീവായ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അത് നാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളെ കുറിച്ച് അറിയുന്ന ഒരാളായിരിക്കാം. നമ്മളിപ്പോഴും പറയും ന്യൂസ് റീഡർ, ഇവനെല്ലാം ന്യൂസ് കിട്ടിയിട്ടുണ്ടാവും, നമുക്ക് അവനിൽ നിന്ന് കിട്ടും. അങ്ങനെയൊക്കെ ചിന്തിച്ച് പോകുന്ന നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ ആ സുഹൃത്ത് ബന്ധങ്ങളിൽ പോസിറ്റീവായ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവിനെ നമ്മുടെ സമൂഹത്തിനൊക്കെ നന്നായിട്ട് പ്രചരിപ്പിക്കാനും അതിനെ കൂടുതൽ കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളത്. അതിൽ നിന്ന് മാറി പോസിറ്റീവായ ചിന്തകൾ, സംസാരങ്ങൾ നമ്മൾ ആ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ ഒരുപാട് ടിപ്സുകൾ പല ആളുകൾക്കും എന്നെക്കാളും കൂടുതൽ ഇതിനെക്കുറിച്ച് ടിപ്സുകൾ അറിയുന്ന ആളുകളാണ്. എങ്കിലും ഞാൻ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എടുത്ത ഈ ഒരു 6 ഹാബിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും എന്ന വിശ്വാസത്തില് സമയത്തിന്റെ എനിക്ക് 20 മിനിറ്റ് തന്നത് 7:20 ഏതായാലും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഫീഡ്ബാക്കിന് നമ്മളെ സമയ മോർണിംഗിൽ കുറവുകളൊന്നും ഉണ്ടാവില്ല, നന്നായി കിട്ടാറുണ്ട് എല്ലാവർക്കും. എനിക്ക് ഫീഡ്ബാക്കിനേക്കാൾ കൂടുതൽ ഞാൻ എത്രത്തോളം ഇന്ന് എടുത്ത ക്ലാസ്സിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടെന്നുള്ളൊരു നിർദ്ദേശം കൂടി എനിക്ക് എല്ലാവരും തരണമെന്നൊരു ആഗ്രഹിച്ചു നിർത്തുന്നു. നന്ദി. താങ്ക് യു അലവിക്കുട്ടി സാർ ഫോർ യുവർ നൈസ് ടോക്ക്. വളരെ ഗംഭീരമായിട്ട് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വളരെ ഗംഭീരമായിട്ട് ഫലപ്രദമായിട്ട് നമ്മുടെ അലവിക്കുട്ടി സാർ നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ ഒരു ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കേണ്ട വ്യായാമത്തിന്റെ പ്രാധാന്യം എന്താണ്, അതുപോലെ തന്നെ പോസിറ്റീവ് അഫർമേഷന്റെ പ്രാധാന്യം എന്താണ്. പോസിറ്റീവ് അഫർമേഷൻ സ്ഥിരമായി കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റും അതിലൂടെ അത് ചെയ്യാനുള്ള നമ്മുടെ ഒരു ആഗ്രഹം, ആ ചെയ്യാനുള്ള സാധ്യത കൂടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങൾ, അങ്ങനെ 6 വ്യത്യസ്തമായ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയും അത് നമ്മുടെ ഒരു ഹാബിറ്റ് ചേഞ്ചിലൂടെ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഒരു ഹാബിറ്റാക്കി മാറ്റാൻ, സക്സസിലേക്ക്, വിജയത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അലവിക്കുട്ടി സാർ പറഞ്ഞത്. ഇത്തരത്തിലുള്ള പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി, പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ജീവിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ സക്സസ് ആക്കാൻ, നമ്മുടെ കുടുംബത്തെ സക്സസ് ആക്കാൻ, നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്ത് സക്സസ് ആക്കാൻ എല്ലാവർക്കും കഴിയട്ടെ.
എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അലവിക്കുട്ടി സാർ. താങ്ക് യു. The time is for feedback and open forum. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നില്ല, പക്ഷെ സാറിന് നിങ്ങളെയൊക്കെ എനിക്ക് നേരെ കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി. പിന്നെ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഈ പോസിറ്റീവ് അഫർമേഷനും ബാക്കിയുള്ള ഈ കാര്യങ്ങൾ രാവിലെ എണീറ്റ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ എണീറ്റ് പഠിക്കുക എന്നുള്ളത് നമുക്കൊരു ശീലമായിരുന്നല്ലോ. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഈ പോസിറ്റീവ് അഫർമേഷനും വിഷ്വലൈസേഷനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വെറുതെ പറയുന്ന കാര്യം, അതൊന്നും നടക്കാൻ പോണില്ല എന്നാണ് ഞാൻ സാധാരണ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എല്ലാം നടക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. കാരണം ഈ പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണോ ചെയ്യുന്നത് അവിടെ നമ്മൾ ഒരു നല്ല പൊസിഷൻ കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നമ്മൾ എവിടെ എത്തണം എന്നുള്ളത് ആഗ്രഹിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് തന്നെയാണ്. അതൊക്കെ എന്റെ ലൈഫിൽ നിന്ന് ഞാൻ, കാരണം ഒന്നും നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ ആഗ്രഹിക്കുന്നതും ആ ആഗ്രഹങ്ങളെ മനസ്സിലിട്ട് കൊണ്ടു നടക്കുന്ന കാര്യങ്ങളും ആയിരുന്നു നമ്മളിപ്പോ നേടിയിട്ടുണ്ടാവുക പല കാര്യങ്ങളും. ഇനി അത് ചില സമയത്ത് എവിടെയോ നമുക്കത് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പോസിറ്റീവ് അഫർമേഷന്റെ കുറവ് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാനും കൂടെ നമുക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. നമുക്ക് എന്താണോ പ്രശ്നങ്ങൾ വരുന്നത് അതിനെ ആ പ്രശ്നങ്ങളായിട്ട് കാണാതെ പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം ആരെങ്കിലും നമ്മളെ പറ്റി ഒരു നെഗറ്റീവ് പറഞ്ഞാൽ അവർ പറഞ്ഞോട്ടെ, അത് അവരെ കാഴ്ചപ്പാട്. പക്ഷെ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മളെങ്ങനെ അതിനെ എടുക്കുന്നു എന്നുള്ളതിനെ വെച്ചിട്ട് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ലെവലിൽ സക്സസ് ആവാൻ പറ്റും. താങ്ക് യു സർ. അടിപൊളി, നല്ല സെഷൻ. പിന്നെ ഇംപ്രൂവ് ചെയ്യാനെന്ന് പറഞ്ഞാല് ഇപ്പൊ എന്താ, നമ്മളൊക്കെ ഞാനും ഇപ്പം ഇനിയിപ്പം സെഷനിലേക്ക് കിടക്കണം എന്ന് വിചാരിക്കണേ. അത്രയും കാലം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എല്ലാരും ക്ലാസ് എടുക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര താല്പര്യമുണ്ട്. നമുക്കും ട്രൈ ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. നോക്കാം. അപ്പൊ എന്തായാലും താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടിപൊളി, നല്ല സെഷൻ ആയിരുന്നു. Good morning. Good morning all. Good morning Alavikkutti. Good morning. And am I audible? കേൾക്കുന്നുണ്ടോ? Yes. Okay. So സെഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മള് ലൈഫില് നമുക്ക് സക്സസ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവണം. ദാറ്റ് ഇസ് എ മസ്റ്റ്. പേഴ്സണൽ ഗ്രോത്ത് ഇല്ലെങ്കിൽ, പേഴ്സണലി നമ്മളിങ്ങനെ മുരടിച്ച പോലെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ലൈഫിൽ സക്സസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത്. ആ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവാൻ നമ്മൾ ചെയ്യേണ്ട ഒരു 6 കാര്യങ്ങൾ, വളരെ രത്ന ചുരുക്കമായിട്ട് ഓരോരോ പോയിന്റ് 6 കാര്യങ്ങൾ, 6 ഹാബിറ്റ്സ് നമ്മൾ അത് 6 ഹാബിറ്റ്സ് നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവന്ന് പ്രാക്ടിക്കലായിട്ട് അത് 6 ഹാബിറ്റ്സും ചെയ്യുകയാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പേഴ്സണലി നമ്മുടെ ഗ്രോത്ത് ഡെഫിനറ്റ്ലി സംഭവിക്കുകയും അതോടൊപ്പം നാച്ചുറലി നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആവുകയും ചെയ്യും എന്നാണ് വളരെ നല്ല രീതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇംപ്രൂവ്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യം പറയാൻ തോന്നുന്നത് എന്താ പറഞ്ഞാല്, ഓക്കെ, കുറച്ചുകൂടെ സമയം യൂട്ടിലൈസ് ചെയ്തിട്ട് കണ്ടന്റ് കുറച്ചുകൂടെ ഒന്ന് വിപുലമാക്കാമായിരുന്നു എന്നൊരു തോന്നൽ എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ട്. അത്രേ, വേറൊന്നും പറയാനില്ല. ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. വളരെ നല്ല മെസ്സേജ് ആണ് രാവിലെ എല്ലാവരിലേക്കും എത്തിച്ചിരിക്കുന്നത്. സോ ഞാൻ ഈ 6 കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. സോ അതുപോലെ നമ്മൾ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അങ്ങനെ ചെയ്യുവാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ ദി വണ്ടർഫുൾ സെഷൻ. താങ്ക് യു. ഗുഡ് മോർണിംഗ് അലവിക്കുട്ടി സാർ. ഫ്രണ്ട്സ്, ഞാന് മുജീബ് മാഷ് ട്രെയിനിൽ യാത്രയിലാണുള്ളത് കേട്ടോ. കിടക്കാണ്, ഭുവനേശ്വർ യാത്രയിലുള്ളത്. മകളെ ചേർക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്തായാലും രാവിലെ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചുള്ളൊരു സെഷൻ കിട്ടിയത് വളരെയധികം ഒരു മോട്ടിവേറ്റർ ആയി എനിക്ക് തോന്നുന്നു. നല്ല സെഷൻ, വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുന്ന ഇംപ്രൂവ്മെന്റ് ഏരിയ എനിക്ക് പറയാനുള്ളത്, അലവിക്കുട്ടി സാർ വളരെ എന്താ പറയാ, വളരെ ഉഷാറായിട്ട് ഇനിയും തീർച്ചയായിട്ടും അതില് എനിക്ക് വന്ന് ഞാനും അലവിക്കുട്ടി സാറൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ ഉദ്ദേശിച്ചിരുന്ന ഒരു വലിയൊരു ഘട്ടമാണ് സോൺ ട്രെയിനറായി വരിക എന്നുള്ളതിലുള്ള ഒരു ഫസ്റ്റ് ഘട്ടം. എന്തായാലും പ്രാഥമിക ഘട്ടത്തിലേക്ക് നമ്മളൊക്കെ കയറാൻ സാധിച്ചു. നമ്മുടെ പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ഒരു പോസിറ്റീവ്നെസ് തന്നെയാണ്. ഇനിയും നമുക്ക് കുറച്ചുണ്ടാണെങ്കിൽ ഒന്നുകൂടി ചില കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടിയിട്ടുണ്ട് എന്നുള്ള തോന്നൽ എനിക്ക് ഈ ക്ലാസ് കേട്ടപ്പോൾ തോന്നി. എന്നെ തന്നെ മാറ്റേണ്ടതുണ്ടെന്നുള്ളത്. ഓക്കെ, താങ്ക് യു.
ഗുഡ് മോർണിംഗ് സാർ. Good morning, അനീഷ് morning. എന്നാണ്, പൊന്നാനി JC-യിൽ നിന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ Thank you, sir. അലകുട്ടി സാർ, അടിപൊളി സെഷൻ ആയിരുന്നു. ഇത് സത്യത്തില് പോസിറ്റീവ് ഉള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ കേൾക്കാൻ പറ്റുള്ളൂ. കാരണം ഇതുപോലത്തെ അക്സെപ്റ്റൻസ് ഉള്ള ആൾക്കാർക്ക് ആണല്ലോ ഇങ്ങനെ ഒരു മോർണിംഗ് ഡ്രൈവും അതേപോലെ ഇതുപോലത്തെ സെഷനുകളെ കേൾക്കാനും പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക, സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുക അതൊന്നും ഇന്ന സമയത്തോളം ആവശ്യമില്ല എന്നുള്ള മട്ടാണ്. എന്നാൽ എപ്പോഴും പോരായ്മ കുറവുകളെ പരിഹരിച്ച് എന്നാൽ അതേപോലെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാരെ സമയത്തോളം ഉള്ള നല്ല നല്ല സെഷൻസ് ആണ് സാർ ഇപ്പോൾ അവതരിപ്പിച്ചത്. അതിനേക്ക് കൂടുതൽ സഹായിക്കുന്ന 6 ഹാബിറ്റ്, ഈ ഹാബിറ്റിനെ ട്രാക്ക് ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തായാലും സക്സസ് ഉണ്ടാവും. അത് പേഴ്സണലി അനുഭവിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ പറ്റൂല എന്ന് തോന്നിയിരുന്ന പല കാര്യങ്ങളും കൊണ്ടുവന്ന സമയത്ത് അഥവാ ഹാബിറ്റിലേക്ക് ഞാൻ വന്ന സമയത്ത് സാറ് അടിവരയിട്ടിട്ട് പറഞ്ഞ കാര്യങ്ങൾ, ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചക്കല്ല ചെയ്യുന്നത്, രാവിലെകളിലാണ് ചെയ്തിരുന്നത് എന്നുള്ള ഒരു അടിവര കൂടി ഇട്ട സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതൊരു മോർണിംഗിലൂടെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എങ്കിലാണ് റിമൈനിങ് ഡേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ് ആക്കിയിട്ട് ഫ്രൂട്ട്ഫുൾ ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ എന്നതുകൂടി നല്ലൊരു ഇൻസൈറ്റ് ആണ് സാറ് തന്നത്. പിന്നെ പ്രസന്റേഷനെ കുറിച്ച് സാർ പറയുന്ന സമയത്ത് സാറിന്റെ പ്രസന്റേഷൻ ഒരു ഇടവില്ലാതെ തടവില്ലാതെ നല്ല രീതിയിൽ തന്നെ ഫ്ലുവൻ്റ് ആയിട്ട് തന്നെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി സാറിന് വേണമെന്നിട്ട് ഒന്നുകൂടി മൈൻഡ് എക്സ്ട്രാ ആവണമെന്നുണ്ടെങ്കിൽ സാറിന് എന്ത് ചെയ്യുക, വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ സെഷൻ അവതരിപ്പിക്കുക എന്നതാണ് ഇത് കുറച്ച് അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. എനിവേ സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ആയിരുന്നു. നമ്മള് ഈ ട്രാക്കിൽ പറഞ്ഞ് കയറി അതിലെത്തിയ ആൾക്കാർക്ക് പിന്നെ അത് എവിടെയെങ്കിലും വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് വരാൻ ആ ഒരു ഫീല് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളത് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് എവിടെയെങ്കിലും വെച്ച് നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് തന്നെ വരണം ആവണം, റെഡി ആവണം എന്നുള്ളത് നമുക്കറിയാം. നമ്മളത് അറിഞ്ഞു, അതിന്റെ അവസ്ഥ എന്താണ്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, നമ്മൾ എത്രത്തോളം നമ്മൾ ചേഞ്ച് ആവുന്നുണ്ട് എന്നുള്ളത് നമ്മളത് അറിയണം. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇത് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് അവർ ആദ്യം അറിയണം, ട്രൈ ചെയ്യണം. പറ്റില്ല എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവർക്കും കൂടി മാക്സിമം എത്ര ആൾക്കാർക്ക് നമുക്ക് അതിന്റെ വ്യക്തതയിൽ എത്തിക്കാൻ പറ്റും അത്രയും ഒരു ഇതിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ബെറ്റർ ആണ്. അത് മറ്റുള്ളവർ കൂടി അറിയണം എന്നുള്ളത്. അതായത് അപ്പൊ നമ്മള് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ ചെയ്ത ആ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ചെയ്ത് കഴിഞ്ഞ് റെഡി ആവുമ്പോഴാണ് അതിന്റെ ഒരു ഇത് കിട്ടുന്നത്. നമുക്ക് എത്രത്തോളം അത് ഉണ്ട് എന്നുള്ളത് അത് ഇടയ്ക്കൊന്ന് നമുക്ക് ഇത് എല്ലാവർക്കും ഇപ്പൊ ഇതിലുള്ളവരെല്ലാവരും ഒരു സക്സസ് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിലൊക്കെ വന്നവരായിരിക്കും മിക്ക ആൾക്കാരും. അപ്പൊ അത് നമ്മള് ഇടയ്ക്കൊന്ന് നമ്മളെ ഈ സെഷനിലൂടെ അങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. പിന്നീട് അങ്ങോട്ട് എന്തൊക്കെ ചേഞ്ച് വരുത്തണം, അതിനി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ എനിക്ക് സാറ് പറഞ്ഞതിൽ ചില കാര്യങ്ങൾ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട്, ഇനി അത് റെഡി ആക്കണം. ആ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി സെഷൻ ആയിരുന്നു, സൂപ്പർ വാച്ച് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഹാപ്പി മോർണിംഗ്. ടീം JC അതുപോലെ തന്നെ അലകുട്ടിയാണ്. ക്ലാസ് നല്ല ക്ലാസ് തന്നെയായിരുന്നു. ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായമൊന്നുമില്ലായിരുന്നു. അഫർമേഷൻസിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ പലരും പറയുന്ന ക്ലാസ്സുകൾ തന്നെയാണ് ഓരോന്നെങ്കിലും ഈ ക്ലാസ്സിലത്തെ ഒരാൾ പ്രസന്റ് ചെയ്യുമ്പോൾ അതിന് ഓരോ വ്യത്യസ്ത തലങ്ങളുണ്ട്. ആ ഒരു തലം ഇവിടെ അലകുട്ടി സാറ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അലകുട്ടി സാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും നിർദ്ദേശം പറയണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. ഒരു മലപ്പുറം സ്ലാങ് വരുന്നുണ്ട്, ആ ഒരു സ്ലാങ് മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതല്ലേ എന്നൊരു അഭിപ്രായം നമുക്കുണ്ട്. നിങ്ങൾ ഏത് നാട്ടുകാരനാണ് എന്ന് നിങ്ങളുടെ സംസാരത്തിൽ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ ഒന്നുകൂടെ മാറ്റാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും തോന്നുന്നു. ഓക്കെ, താങ്ക് യു. അലകുട്ടി സാർ, ഗുഡ് മോർണിംഗ്. നമസ്കാരം, പറയും. ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കേണ്ട, എന്നിട്ട് കഴിഞ്ഞിട്ട് പറയാൻ വെച്ചിട്ടാണ്.
വളരെ അടിപൊളിയായിരുന്നു ആലുവക്കുട്ടി സാർ. ആലുവക്കുട്ടി സാർ സ്ഥിരമായി ഈ പരിപാടികളൊക്കെ സ്ഥിരം പ്രേക്ഷകനായോണ്ട് സാർ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് ഒക്കെ പഠിക്കുകയും അതേപോലെ എല്ലാവരുടെ പ്രസന്റേഷനെ കുറിച്ചൊക്കെ പഠിച്ച് കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോ ഒന്നും പറയാനില്ല, നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. നല്ല വിഷയമാണ് നിങ്ങൾ എടുത്തത്. രാവിലെ തന്നെ ഒരു പോസിറ്റീവായ വിഷയം, പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചുള്ള വിഷയം. അത് 6 ഹാബിറ്റ്സ് സാറ് പറഞ്ഞു. 6 ഹാബിറ്റ്സ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് കൊണ്ട് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും കേൾക്കണാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ എത്ര ഓർമ്മിച്ചാലും അല്ലെങ്കിൽ എത്ര കേട്ടാലും മതിയാവാത്ത വിഷയങ്ങളാണ് ഇതൊക്കെ. പിന്നെ സൂപ്പറാണ്, പ്രത്യേകിച്ച് മോശമായിട്ട് ഒന്നും പറയാനില്ല. നല്ല സെഷനായിരുന്നു. സാറ് വളരെ ചിരിച്ചുകൊണ്ടാണ് അതുപോലെ ഒരു തട്ടും തടവും ഇല്ലാതെ തന്നെയാണ് സാർ ഓരോ കാര്യങ്ങളും പ്രസന്റ് ചെയ്തത്. പിന്നെ എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളത് പറഞ്ഞാല് സാറിന് വേണമെങ്കിൽ കുറച്ചുകൂടി സമയം സാറിൻ്റെതാണ്, സാറിന് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ നമ്മൾ ഇത്ര 30 വരെ സംസാരിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ സമയം ഏകദേശം ആയെങ്കിലായി. ഞാനൊരു എന്തെങ്കിലും പറയേണ്ട വെച്ചൊരു നിർദ്ദേശം പറഞ്ഞാണ്. സാറിന്റെ സമയം തന്നെ ആയിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി സമയം കൂട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് കൂട്ടാം, കഥ കൂട്ടാം, അത്ര തന്നെ ഉള്ളൂ. വളരെ ഉഷാറായിട്ട് തന്നെ സാർ അവതരിപ്പിച്ചു. ഒരു മോശമായിട്ട് ഒന്നും പറയാനില്ല. നല്ല അടിപൊളി സെഷൻ തന്നെയായിരുന്നു. ഓക്കെ, ഗ്രേറ്റ് സെഷൻ. ഓക്കെ, താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. പോസിറ്റീവ് തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട് അലവിക്കുട്ടി സാർ വളരെ നല്ല സെഷൻ ആയിരുന്നു. നമ്മൾ ഓരോ സെഷനുകളും നമ്മുടെ അടുത്ത സെഷനിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാവുകയാണ് വേണ്ടത്. ഇനി പല പല മിസ്റ്റേക്കുകളും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നികത്തിക്കൊണ്ട് അടുത്ത ഒരു അപ്ഡേഷനിൽ, അടുത്ത ഒരു ട്രെയിനിങ്ങിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏത് ട്രെയിനറുടെയും വിജയം എന്ന് പറയുന്നത്. അപ്പം ഏതൊരു ട്രെയിനർ, ഏറ്റവും വലിയ ട്രെയിനർ ആണെങ്കിൽ പോലും അവർക്ക് മിസ്റ്റേക്സ് വരും. ഏത് മിസ്റ്റേക്സ് ആണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി അടുത്തതിൽ കുറച്ചുകൂടെ ഗംഭീരമാക്കി മാറ്റാൻ നമുക്ക് അവർക്ക് കഴിയട്ടെ. നല്ല സെഷൻ ആയിരുന്നു. ടൈമിംഗ് ഒക്കെ അത്യാവശ്യം 3 മിനിറ്റ് മാത്രമാണ് നേരത്തെ കഴിഞ്ഞത്. ആ 3 മിനിറ്റ് 20 മിനിറ്റ് കറക്റ്റ് ഉപയോഗിക്കണമെന്നൊന്നുമില്ല. പക്ഷെ പറയേണ്ട കണ്ടന്റ് കൃത്യമായിട്ട് ആളുകൾക്ക് 6 പോയിന്റുകൾ കൺവേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ട്രെയിനറുടെ വിജയം. അത് ഗംഭീരമായിരുന്നു. എനിവേ, താങ്ക് യു അലവിക്കുട്ടി സാർ, താങ്ക്സ് അലോട്ട്. ഒഫീഷ്യലായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് അസീസ് വിളംബരത്തെ ക്ഷണിക്കുന്നു. Good morning to all. Thank you, Chairman, for the wonderful privilege. ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി എത്തുമ്പോഴേക്ക് വോട്ട് ഓഫ് താങ്ക്സിന് വിളിച്ചു. ഭാഗ്യവശാൽ എനിക്ക് തന്നെ വോട്ട് ഓഫ് താങ്ക്സിന്റെ അവസരം ചെയർമാൻ തന്നിരിക്കുന്നു. ട്രെയിനിങ്ങിനെ കുറിച്ച് പറയാം. നമ്മുടെ കോട്ടക്കലിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് പ്രതിഭകളായ കഴിഞ്ഞുപോയ ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. വി കെ ഷാജി, സുധീഷ് പള്ളിപ്പുറത്ത്, ജസി ധനജ്, അതുപോലെ ജയപ്രകാശ് സാറ്, ഏറ്റവും ഒടുവിൽ മുജീബ് സാറ്. അതിനുശേഷം അവർക്കൊക്കെ ഒരു പിറകിൽ തന്നെ മിന്നും താരമായി, ഒരു തിളങ്ങുന്ന പ്രതിഭയായി കടന്നു വന്ന ജെസി അലവിക്കുട്ടി, പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് അലവിക്കുട്ടി, ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ നന്നായിട്ടുണ്ട്. അദ്ദേഹം വളരെ കുറഞ്ഞ ഒരു 4-5 വർഷമായിട്ടുള്ള ജെസി പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ട് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാഷൻ ട്രെയിനിങ് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം വേറെ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിൽ പോലും അതിൽ നിന്നും ട്രെയിനിങ് രംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ ഈ വരവ് എന്തുകൊണ്ടും അത്ഭുതപ്പെടുത്തുന്ന, അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയുടെ ആ അമൂല്യമായ ഇച്ഛാശക്തി കൊണ്ടാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. എല്ലാവിധ ആശംസകളും. തുടക്കം ഗംഭീരം, അത്ര മാത്രമേ പറയാനുള്ളൂ. അതുപോലെ ഈ പ്രോഗ്രാമിന്റെ ചെയർമാൻ ഷം സാർക്കും നമ്മളെ പ്രിയപ്പെട്ട സോൺ 28ന്റെ ഝാൻസി റാണി ചിത്ര മേഡത്തിനും അതിലേറെ ഉപരിയായി ഈ ഒരു ഫ്ലോറിൽ 250-ലേറെ ദിവസങ്ങൾ പിന്നിട്ട ഈ മഹത്തായ ഈ ഉദ്യമത്തിന് എത്തിച്ചേരുന്ന ഒരു കുടുംബം പോലെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ വളരെ പ്രസന്നമായി എത്തിച്ചേരുന്ന എല്ലാ പ്രിയപ്പെട്ട മുത്തുമണികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള 1000 നന്ദി ആശംസിക്കുന്നു. താങ്ക് യു ടു ഓൾ, താങ്ക് യു ടു ഓൾ, താങ്ക് യു ടു ഓൾ. താങ്ക് യു അസീസ് സാർ ഫോർ യുവർ നൈസ് ടോക്ക്. വളരെ ഗംഭീരമായി സാഹിത്യ വഴികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള അസീസ് സാറിന്റെ വോട്ട് ഓഫ് താങ്ക്സ്. താങ്ക് യു. നമുക്ക് നാളെ മറ്റൊരു ട്രെയിനിങ്ങുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. 7 AM മോർണിംഗ് ഡ്രൈവിന്റെ എല്ലാവിധ ആശംസകളും എല്ലാവിധ സുപ്രഭാതവും എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദ മീറ്റിംഗ് ഇൻ കണക്ഷൻ വിത്ത് 7 AM മോർണിംഗ് ഡ്രൈവ് ഓഫ് JC India Zone 28 is hereby adjourned. Thank you all. Thank you, my dears. Thank you all. Thank you, Chairman.